Good evening all. നമുക്കിനി ചാപ്റ്റർ 4 കടക്കാം. Good evening. Good evening. Okay. ചാപ്റ്റർ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ പുനഃക്രമീകരണം കേട്ടോ. അപ്പൊ പേജ് നമ്പർ 45 ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞത്. നമ്മൾ 1ഉം 10ഉം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് 4ാമത്തെ ചാപ്റ്റർ ആയ എന്താണ്? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് ആണ് കേട്ടോ. പേജ് നമ്പർ 45 ആ പേജ് നമ്പർ 45. Okay, thank you. Okay. അപ്പൊ അതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോണ്ട് എന്നാൽ എന്താണെന്നാണ് അല്ലെ? ഫോണ്ട് എന്നാൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിനെ നമ്മൾ ബോൾഡ് ചെയ്യോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുന്ന വാചകത്തിനെയാണ് നമ്മൾ ഫോണ്ട് എന്ന് പറഞ്ഞാൽ. ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നൊരു വാചകത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യണത്. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സിൽ തന്നെ പേരുണ്ട്. ഡോക്യുമെന്റ് എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം അല്ലെ? ഡോക്യുമെന്റ് എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫോണ്ട് എന്നാൽ എന്താണ് അല്ലെ? ഫോണ്ട് എന്നാൽ എന്താണ്? നമ്മള് ഡിസ്പ്ലേ ചെയ്യാവുന്ന ഒരു വാക്കാണ് ഫോണ്ട്. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യുക? നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലെ? കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു ടെക്സ്റ്റ്, ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക അല്ലെ? അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർസർ എവിടെയാണോ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുവശത്ത് നിന്നും വലതുവശത്ത് എന്ന രീതിയിൽ കാണുവാൻ സാധിക്കും. ഓക്കെ. Just disconnected, right? Ma'am, we can't.
listen something. Ma'am, I can't listen. ഓക്കെ, ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കർസർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇടത് നിന്ന് വലതുവശത്തേക്കാണ് നമ്മൾ അത് കാണപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? എന്റർ കീ പ്രസ് ചെയ്താൽ മതിയാകും. ടൈപ്പ് ടെക്സ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്റർ കീ പ്രസ് ചെയ്യണം. കർസർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ വയ്ക്കുക. അപ്പൊ നമുക്ക് ടൈപ്പ് ടെക്സ്റ്റ് നമുക്ക് അവിടെ വരും ട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് വിവരങ്ങൾ ചേർക്കുന്നത്? ഒരു ഡോക്യുമെന്റിൽ എങ്ങനെയാണ് നമ്മൾ വിവരങ്ങൾ ചേർക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ ചേർക്കുക? ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു കാണാം, അല്ലെ? അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ എന്ത് ചെയ്യാം? തെളിഞ്ഞു കാണാം. എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് തിരുത്താനും സാധിക്കും. ഒരു ഡോക്യുമെന്റ് കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ എവിടെയാണോ വിവരങ്ങൾ ചേർക്കേണ്ടത് അവിടെ കർസർ വെച്ച് ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാൻ പറ്റും. പേജ് നമ്പർ 945 ചാപ്റ്റർ ആണ്. 45 45 ആണ് കേട്ടോ. 45 എടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫോണ്ട് എന്താണ് പഠിച്ചു, അല്ലെ? പിന്നെ ടൈപ്പിംഗ് ടെക്സ്റ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് എൻ്റർ ചെയ്യാന്ന് പഠിച്ചു. ഓക്കെ, ഇനി ലൈൻ സ്പേസിംഗ് എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുക? ഏറ്റവും മുകളില് നമ്മൾ സ്പേസിംഗ് ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്പേസിംഗ് ബാർ നമുക്ക് എന്തിനാണ് സ്പേസിംഗ് ബാർ? ഒരക്ഷരത്തിനും സ്പേസ് നമുക്ക് എത്ര സ്പേസ് 1.5 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്പേസിംഗ് ബാറിൽ കൊണ്ടുപോയിട്ട് സ്പേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോമിലെ പാരഗ്രാഫിലാണ് നമ്മുടെ സ്പേസിംഗ് ബാർ കിടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ സ്പേസ് ബാറിന്റെ ടാബിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നമ്മുടെ സ്പേസ് ബാറിന്റെ ടാബിന്റെ യൂസ്? ആരെങ്കിലും ഒന്ന് വായിക്കാവോ? Which question? What is the use of space bar and tab? Page number 49. What is the use of space bar and tab? Use the space bar as a separator for your words and sentences. Tab key is used to create columns of text. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മുടെ വാക്കുകളെയും സെന്റൻസുകളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ബാർ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ ടാബ് ഉപയോഗിക്കണം എന്തിനാ? ടെക്സ്റ്റിലെ കോളങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയൂ. 5-ാമത്തെ. ചില ബുക്കില് ചിലപ്പോ മാറിക്കിടക്കണ്ടാവും കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കില് വായിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇത് പേജ് 49 ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ് ഇത് പേജ് നമ്പർ 49 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. മിസ് ഇതില് കാണാൻ കേട്ടോ. ഇതിലില്ലാന്ന് തോന്നുന്നത്. ഇത് മറ്റേ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്കാണ് കിട്ടിയത്. അത് മിസ്സിനോടൊന്ന് പറയൂ. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് അല്ലേ മിസ് കൊടുക്കണേ? അതെ. അതില് ക്വസ്റ്റ്യൻസ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ പാരഗ്രാഫ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കണത്. അത് ചിലപ്പോ മോഡൽ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും സാമ്പിൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിലില്ലാന്ന് കണ്ടില്ല മിസ്. Excuse me, ma'am. In the grid, we can see it in the 49 page, question number 5, the first question. 48-ലാണ് മിസ്. 48 വരെയുള്ളൂ ഞങ്ങളുടെ ഈ ചാപ്റ്റർ. 8 പേജ് വരെ ഉള്ളൂ. 41 ചാപ്റ്റർ. 40-ലാണ് ഈ ചാപ്റ്റർ തുടങ്ങണേ. 48 അവസാനിക്കുന്നു. ചില ബുക്കിലും മാറി കിടക്കണ്ടാവും ചിലപ്പോ. ക്വസ്റ്റ്യൻസ് വായിക്കണ ക്വസ്റ്റ്യൻസ് എത്തണം, ഞാൻ കണ്ടില്ല, അതാ ചോദിച്ചത്. പറയണ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ഫോട്ടോ PDF ഒന്നും ഉണ്ടാവില്ലല്ലോ.
ഷെയർ ചെയ്യാൻ? ഓക്കെ, കുഴപ്പമില്ല, പറയണത് ശ്രദ്ധിക്കൂ. സ്പേസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാക്കുകളും സെന്റൻസുകളും തമ്മിൽ എന്ത് ചെയ്യാൻ, വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ ഉപയോഗിക്കുക. വാക്കുകളും പിന്നെ സെന്റൻസുകളും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ ഉപയോഗിക്കുക കേട്ടോ. ഇനി ടാബ് ഉപയോഗിക്കണം എന്തിനാ? ടെക്സ്റ്റിലെ കോളങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ടാബ് ഉപയോഗിക്കുക. ടെക്സ്റ്റിലെ കോളങ്ങൾ ക്രമീകരിക്കുക, കോളം മനസ്സിലായില്ലേ, ഒരു ബോക്സ് പോലത്തെ അത് നമ്മൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ടാബ് ഉപയോഗിക്കുക. അപ്പൊ സ്പേസ് ബാറിന്റെ കാര്യം എന്താണ് ഉപയോഗിക്കുന്നത്? എന്താണ് വാക്കുകളും സെന്റൻസുകളും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ ഉപയോഗിക്കുക. ടാബ് ഉപയോഗിക്കുന്ന കോളങ്ങളെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ടാബ് ഉപയോഗിക്കുക. ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റത്തെ 10th ചാപ്റ്ററും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫസ്റ്റ് ആൻഡ് 10th ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. എന്തോ? 10th finish. Unfortunately, I can't have to attend the last. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമല്ലോ, മിസ്സിനോട് ചോദിച്ചു നോക്കൂട്ടോ. ഓക്കെ, അപ്പൊ ആബ്സെന്റ് ആയവര് എന്തായാലും റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, ഇനി ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിപ്പ് ബോർഡ് ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ സൂക്ഷിക്കുന്ന സ്ഥലത്തിനെ ക്ലിപ്പ്. അതായത് എന്തെങ്കിലും കോപ്പി ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ വേർഡിൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ സൂക്ഷിക്കുന്നത് എന്തിനാണ് പറയുന്നത്? മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിന് വേറൊരു പേരുണ്ട്, ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അത്രയൊന്ന് വായിച്ചു നോക്കൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഇപ്പൊ പറഞ്ഞതൊന്നുകൂടി പറഞ്ഞുതരുമോ? ഏതാ? ക്ലിപ്പ് ബോർഡ് ആണോ? ക്ലിപ്പ് ബോർഡ് പറഞ്ഞത് അതായത് നമ്മള് എന്തെങ്കിലും ടെക്സ്റ്റ്, അതായത് എന്തെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പേസ്റ്റ് ചെയ്യണമല്ലോ എവിടെയെങ്കിലും. മനസ്സിലായോ? പേസ്റ്റ് ചെയ്യണേന് നമ്മള് അതിനൊരു മെമ്മറി ഉണ്ട്. ആ ഒരു മെമ്മറീനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതായത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ കേട്ടോ. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ റേഞ്ച് പോകുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ച് മറുപടി തന്നെ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്തൊക്കെയാണ് നമ്മുടെ മൂവിംഗ് ടെക്സ്റ്റിന്റെ സ്റ്റെപ്സ്. അപ്പൊ ഇത്രയും വരെ പഠിച്ചത് ക്ലിപ്പ് ബോർഡ് വരെയാണ്. ക്ലിപ്പ് ബോർഡ് വരെയാണ്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയതുകൊണ്ട് അതിൽ എവിടം വരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെ പോസ് ചെയ്ത് കേൾക്കാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യും കേട്ടോ, ഇതിന് മനസ്സിലാവാത്തത്. ഇനി മൂവിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിംഗ് ടെക്സ്റ്റിൽ തന്നെ വാക്കുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, മൂവിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? നീക്കം ചെയ്യാൻ ആദ്യം എന്താ? ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഹോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ പ്രസ് Ctrl+X, അതായത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ഫോം പറയുന്നതാണ് Ctrl+X എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടെക്സ്റ്റിന്റെ അവിടെ കഴ്സർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഹോമിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. അത്രയും കാര്യം ഓർത്താൽ മതി. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പേസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് പേജ് നമ്പർ 62 വിശദമായിട്ട് നമ്മുടെ കുറച്ച് കീ ഉണ്ട്, അത് കണ്ടോ? അതായത് ഷോർട്ട് കട്ട് കീസ്. അത് ഇവിടെ Ctrl+V എന്ന് പറഞ്ഞൊരു കീസിനെ കുറിച്ച് പറയുന്നത്. പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl+V എന്ന് വെച്ചാൽ പേസ്റ്റ് ടെക്സ്റ്റ് ആണ് ഓർ ആൻ ഒബ്ജക്ട്. അതിന്റെ ഒരു ഷോർട്ട് കീ ആണ് പേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണത് ഷോർട്ട് ആയിട്ട് പഠിക്കാം. കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ്, അത് കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മൂവിംഗ് ടെക്സ്റ്റിന്റെ സ്റ്റെപ്സ്. ഓക്കെ,
ഇനി കോപ്പിയിങ് ടെക്സ്റ്റിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മള് എന്ത് ചെയ്യാ, ടെക്സ്റ്റ് മൂവ് ചെയ്യുക, അതിന് ഹോമിന്ന് ക്ലിപ്പ് ബോർഡ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് ഹോമിന്ന് ക്ലിപ്പ് ബോർഡ് ക്ലിപ്പ് ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞേ? ക്ലിപ്പ് ബോർഡ് നമ്മൾ എന്തിനാണ് when you copy or cut text. കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കട്ട് ചെയ്തിട്ട് മെമ്മറിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലിപ്പ് ബോർഡ്. ഇനി ആരും മറക്കരുത്, അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ടെക്സ്റ്ററിന്റെ അതുപോലെ മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യുന്നതാണ്. അതിനായി ആദ്യം കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ്, എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ കർസർ കൊണ്ടുവന്നിട്ട് ഹോമിൽ പേസ്റ്റ് ചെയ്യുക. ആദ്യം എന്താ ചെയ്യണ്ടേ, ഒരു ടെക്സ്റ്റിനെ അതേപോലെ മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യുക. ആദ്യം കോപ്പി ചെയ്യുക. കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ, അല്ലെ? കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ കോപ്പി ചെയ്യേണ്ട സ്ഥലത്ത് എവിടെയാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി കോപ്പി ചെയ്ത് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോപ്പിയും ടെക്സ്റ്റിന്റെ സ്റ്റെപ്സ്. അതാണ് ഇവിടെ പറയുന്നത് കോപ്പിയും പേസ്റ്റിന്റെ കോപ്പിയും ടെക്സ്റ്റിന്റെ എന്താണ് സ്റ്റെപ്സ്. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ആദ്യം നമ്മള് എന്താണോ നമ്മൾ എഴുതിയിരിക്കുന്നത് അതില് കൊണ്ടുപോയി മൊത്തം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ, കോപ്പി ചെയ്യാ. എന്നിട്ട് നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാ, പേസ്റ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഓക്കെ, സോറി. അപ്പൊ അടുത്തത് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സ് ഇൻ വേർഡ് കേട്ടോ. ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സ് ഇൻ വേർഡ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സ് വേർഡിന്റെ? ഒരു വാക്കിന് ഇതിൽ ഏതെങ്കിലും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? മലയാളത്തിൽ മതിയോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. Yeah, please talk in English. I can't understand. ആർക്കാണ്? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇതായിട്ട് പറയാട്ടോ. Okay, you say it in multiple languages. Okay. What is the use of autocorrect features in Word? എന്തൊക്കെയാണ് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സിന്റെ വേർഡിന്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓട്ടോ കറക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കേഴ്സ്. എന്തോ അരിലെന്തരം പറഞ്ഞായിരുന്നോ? No, you please continue. You please continue. Okay. The spelling and grammar checkers checks for misspelled words or grammar errors. The red way indicate the spelling mistake. അതായത് നമുക്ക് എന്തെങ്കിലും വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ എന്തെങ്കിലും വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വേർഡിൽ എന്താണ് ചെയ്യുക, ഒരു റെഡ് മാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എന്തെങ്കിലും സ്പെല്ലിങ്സ് തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അത് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് റെഡ് കളർ മാർക്ക് ചെയ്യുന്നത് വേർഡില്. അതായത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COMPUTER ആണ്. ഇപ്പൊ RE ആണ് നമ്മൾ എഴുതിക്കണമെങ്കിൽ അപ്പൊ തന്നെ അവിടെ റെഡ് മാർക്ക് വരും അല്ലെ. ആ റെഡ് മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഓട്ടോ കറക്റ്റ്, അതായത് നമുക്ക് അതിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സിന്റെ യൂസ് ആണ് ഇവിടെ പറഞ്ഞത്. അതായത് റെഡ് വേ ആണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ സാധിക്കും. റെഡ് കളർ ഇൻഡിക്കേറ്റ്സ്. എന്താണ് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെയാണ് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി
എന്താണ് കോപ്പിയിങ് ടെക്സ്റ്റിന്റെയും മൂവിങ് ടെക്സ്റ്റിന്റെയും ഡിഫറൻസ്? ആദ്യം നമ്മൾ പറഞ്ഞു കോപ്പിയിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് കട്ട് ചെയ്യുന്നോ കോപ്പി ചെയ്യുന്നോ പേസ്റ്റ് ചെയ്യുന്നോ അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ കോപ്പിയിങ് ടെക്സ്റ്റിൽ വരാം. മൂവിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ഇപ്പൊ വേർഡിൽ നിന്നും വേറൊരു പവർ പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു മൂവിങ് ടെക്സ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇനി പേജ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, പേജ് ബ്രേക്കർ വേണം. ഒരു പേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നു. കാരണം ഓട്ടോമാറ്റിക്കായി പേജിന്റെ വലുപ്പം ക്രമീകരിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഓട്ടോമാറ്റിക് പേജ് ബ്രേക്കിന് മുമ്പ് നമുക്ക് പുതിയ പേജ് തുടങ്ങണമെങ്കിൽ അവിടെ കെർസർ കൊണ്ടുവരിക, അതിനുശേഷം ഹോമിൽ ഇൻസെർട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഹോമിൽ ഇൻസെർട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലെ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. എവിടെയാണ് ഇൻസെർട്ടിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ Ctrl+Enter പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടും, പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി എന്താണ് സെന്ററിങ്, റൈറ്റ് അലൈൻമെന്റ് ആൻഡ് ലെഫ്റ്റ് അലൈൻമെന്റ്? അതായത് നമ്മൾ എന്തെങ്കിലും വേർഡിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ബുക്കിൽ അച്ചടിച്ചിടണം എന്ന പോലെ വരുന്നതിനെയാണ് നമ്മൾ ലെഫ്റ്റ് അലൈൻമെന്റ് റൈറ്റ് അലൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യണ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോ എന്താ പറ്റുക, നമുക്ക് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അപ്പൊ എന്തായാലും റൈറ്റ് അലൈൻമെന്റ് ലെഫ്റ്റ് അലൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആയി കറക്റ്റ് ആയിട്ട് നമുക്ക് വേർഡ്സ് അതിൽ ടെക്സ്റ്റ് ചെയ്ത് വരാൻ സാധിക്കും. ഓക്കെ. അതിന് നമുക്ക് സെന്ററിൽ നിന്നും വലത് സൈഡിൽ നിന്നും സെറ്റ് ചെയ്യാവുന്ന കഴിയുന്നു. അതായത് സെന്ററിലായിരിക്കും ചിലപ്പോൾ അടിച്ചു വരാം, അല്ലെ? സെന്ററിലായിരിക്കും ചിലപ്പോൾ അടിച്ചു വരാം. പിന്നെ അത് കഴിഞ്ഞ് എന്താണ്, സെന്ററിൽ നിന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് സെന്ററിലല്ല വരണ്ടേ, റൈറ്റിലോട്ടോ കൊണ്ടുപോകണമെങ്കിൽ റൈറ്റിലോട്ട് കൊണ്ടുപോകാം, ലെഫ്റ്റിലോട്ടോ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുപോകും, ലെഫ്റ്റിലോട്ടും കൊണ്ടുപോകാം. ഓക്കെ ആണല്ലോ? അതിനാണ് സെന്ററിങ്, റൈറ്റ് അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ആർ ദി ചേഞ്ചസ് വി ക്യാൻ മേക്ക് ഇൻ എ ടെക്സ്റ്റ്? എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് വരുത്താൻ പറ്റും, അതായത് നമ്മൾ എഴുതിയ എന്തെങ്കിലും ടെക്സ്റ്റിൽ വരുത്താൻ പറ്റും. ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഫോണ്ട് മാറ്റാവുന്നതാണ്, അല്ലെ? ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഫോണ്ട് മാറ്റാവുന്നത്. അതിൽ വാക്കുകളുടെ വലുപ്പവും കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. വാക്കുകളുടെ വലുപ്പവും കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സ്പെല്ലിംഗ്, ഗ്രാമർ എന്നിവ പരിശോധിക്കുവാൻ സാധിക്കും. അവ എന്തൊക്കെയാണ്? ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഫോണ്ട് മാറ്റുക. നേരത്തെ എന്താ ഫോൺ എന്ന് പറയുന്നത്, നമുക്ക് അതിന്റെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, നമുക്ക് സൈസ് ഓരോ ഇറ്റാലിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, ഓരോ രാജ്യത്തിന്റെ ഓരോ പേര് വെച്ചിട്ടുള്ള കുറെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഫോൺ സൈസ് വഴി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഫോൺ സൈസ് കൂട്ടാനും ആ നമ്പേഴ്സും അതിന്റെ എന്താ സൈസ് ഒക്കെ കൂട്ടാൻ സാധിക്കും. പിന്നെ സ്പെല്ലിംഗ്, ഗ്രാമർ എന്നിവ പരിശോധിക്കുവാനും സാധിക്കും. സ്പെല്ലിംഗ്, ഗ്രാമർ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. പിന്നെ എന്താണ് റൈറ്റ് അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ് എന്നിങ്ങനെ ക്രമീകരിക്കാം. പിന്നെ അതുപോലെ ബുള്ളറ്റ് നമ്പേഴ്സ് ചേർക്കാവുന്നതാണ്. പിന്നെ ഇൻഡന്റ് കൂട്ടാവുന്നതാണ്, കുറയ്ക്കാവുന്ന പറ്റുന്നു. ഓക്കെ. ഇൻഡന്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നു കേട്ടോ, ഇൻഡന്റ്. ഓക്കെ. ഒരു ടെക്സ്റ്റിന്റെ ബോർഡർ കൊടുക്കുവാനും പറ്റുന്നു. ഒരു ടെക്സ്റ്റിന്റെ ബോർഡർ, അതായത് ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ബോർഡറും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഒരു ടെക്സ്റ്റിന്റെ കളർ മാറ്റുവാനും, ഇപ്പൊ നിങ്ങൾക്ക് നീല വേണമെങ്കിൽ നീല, പച്ച വേണമെങ്കിൽ പച്ച, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റില് ചെയ്യാൻ പറ്റും വേർഡിൽ, അല്ലെ? ഓക്കെ അല്ലേ? ഇത്രയും ഇനി എന്തൊക്കെയാണ് നമ്മുടെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ എന്താണ് യൂസസ് ഓഫ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ? ഒരു ടെക്സ്റ്റിലെ വാക്കുകൾ സ്പെല്ലിംഗ് ശരിയാക്കുവാനും ഒരു വരിയിലെ ഗ്രാമർ ചെക്ക് ചെയ്യുവാനും ഉപയോഗിക്കും. സെന്റൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രാമർ ചെക്ക് ചെയ്യുവാനും. പിന്നെ ചുവന്ന അടിവരയിട്ട വാക്കുകൾ എന്താണ്? പച്ച അടിവരയിട്ട വരികൾ ഗ്രാമർ തെറ്റാണെന്ന് സൂചിപ്പിക്കുവാനും. തെറ്റായ സ്പെല്ലിംഗ് ഗ്രാമർ ശരിയാക്കുന്നതിനായി നമുക്ക് ഡിക്ഷണറിയും ലഭ്യമാകുന്നു. അപ്പൊ ഡിക്ഷണറി ഒക്കെ നമ്മുടെ വേർഡിൽ ലഭ്യമാകുന്ന കാര്യമാണ്. അതുപോലെ റെഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്തിനാണ്
എന്താണ് ഗ്രാമർ തെറ്റാണെങ്കിൽ അറിയിക്കുവാനും നമ്മൾ എന്താണ് റെഡ് മാർക്കിങ് നമുക്ക് ഉപകാരപ്പെടുന്നു. അതാണ് നമ്മുടെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ കുറച്ച് യൂസസ്. ഓക്കെ, ഇനി ഹെഡർ ആൻഡ് ഫൂട്ടർ. അതായത് നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ഹോമില് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഹെഡർ ആണോ വേണ്ടത്, ഹെഡറിന്റെ പേര് എഴുതാം. ഇപ്പൊ എൻലൈറ്റ് അക്കാഡമി ഏറ്റവും മുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ സൈഡിലേക്കായിട്ട് എഴുതുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എൻലൈറ്റ് അക്കാഡമി എന്ന് എഴുതാം. ഓക്കെ, ഏത് ചാപ്റ്റർ? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് ആണ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് ടൈപ്പ് ചെയ്യാനും അതുപോലെ മുകളിലും താഴെയും കാണപ്പെടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡർ ഉപയോഗിക്കുക. താഴെ ഉപയോഗിക്കുന്നത് ഫൂട്ടർ ആണ് കേട്ടോ. ഫൂട്ടർ ആണ് നമുക്ക് താഴെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതുപോലെ പലതരത്തിലുള്ള ഷോർട്ട് കീസ് നമുക്ക് പരിചയപ്പെടണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കീസ് ആണ്, എഴുതിയെടുത്തോ. ഓക്കെ, ഷോർട്ട് കീസ് എല്ലാരും എഴുതിയെടുക്കാം. ബുക്കില്ലാത്തവർ വേഗം പോയി ബുക്ക് എടുത്ത് എഴുതിയെടുക്കാം. ഞാൻ പറയുന്നതാണ്. പറ്റുവാണെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. ഹോം, ഫസ്റ്റത്തെ ഡോക്യുമെന്റ് ആണ് ഹോം. ഹോം എന്ന് പറഞ്ഞ ഒരു വരിയുടെ തുടക്കം. ഹോം എന്ന് പറഞ്ഞ ഒരു വരിയുടെ തുടക്കം. എൻഡ് എന്ന് പറഞ്ഞ ഒരു വരിയുടെ അവസാനം. അത് എഴുതണമെന്നില്ല. കൺട്രോൾ പ്ലസ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ പ്ലസ് ഹോം. കൺട്രോൾ പ്ലസ് ഹോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് മുകളിൽ എന്താണ്? നമ്മുടെ ഹെഡർ വരും അല്ലെ. ഹെഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് മുകളിൽ എന്താണ്? കൺട്രോൾ പ്ലസ് ഹോം. കൺട്രോൾ പ്ലസ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ് അവസാനം, അതായത് ഫൂട്ടർ. ഡോക്യുമെന്റ് അവസാനം എന്താണ്? കൺട്രോൾ പ്ലസ് എൻഡ്. ഇനി അൺഡു ആൻഡ് ആക്ഷൻ, അതായത് കൺട്രോൾ പ്ലസ് എന്താണ്? ഇസഡ് ആണ്. എന്താണ്? അൺഡു ആൻഡ് ആക്ഷൻ. ഓക്കെ, കൺട്രോൾ പ്ലസ് വൈ. കൺട്രോൾ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ പ്ലസ് വൈ റെഡു അല്ലെങ്കിൽ റിപ്പീറ്റ് ആൻ ആക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആയി പോയ സാധനം, അതായത് നമുക്ക് കട്ട് ചെയ്ത സാധനം വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ്? കൺട്രോൾ പ്ലസ് വൈ അടിച്ചാൽ മതി. ഇനി ബോൾഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ സെന്റൻസ് ഭയങ്കരമായിട്ട് കറുപ്പ് ആക്കി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കൺട്രോൾ പ്ലസ് ബി. ഇനി മേക്ക് ഇറ്റാലിക്. എന്തോ? ഹലോ, പറഞ്ഞത് തേർഡ് വൺ കൺട്രോൾ പ്ലസ് ഹോം. ഞാനിപ്പോ പറയുന്നത് ഷോർട്ട് കീസ് ആണ്. ഷോർട്ട് കീസ് MS വേർഡിലെ ഷോർട്ട് കീസ്. ഓക്കെ അല്ലേ? ഞാൻ പറയണോ ഇനി ആദ്യം മുതല്? വേണ്ട. അപ്പൊ കൺട്രോൾ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മേക്സ് ലെറ്റേഴ്സ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ പ്ലസ് ബി എന്ന് പറഞ്ഞത്. ഇനി കൺട്രോൾ പ്ലസ് ഐ ഇറ്റാലിക്, അതായത് ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ. പേജ് നമ്പർ 50, എൻ്റെ കയ്യിൽ 63 ആടാ. എന്റെ പേജ് നമ്പർ, ചിലവരെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ, നിങ്ങക്ക് വേറെ ആയിരിക്കും. കൺട്രോൾ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക് ആണ്. കൺട്രോൾ പ്ലസ് യു എന്ന് പറഞ്ഞാൽ മേക്ക് ലെറ്റേഴ്സ് അണ്ടർലൈൻ. ഇനി കൺട്രോൾ പ്ലസ്, ഇങ്ങനെ ഒരു സ്ക്വയർ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്നത്. അത് ഡിക്രീസ് ഫോണ്ട് സൈസ് 1 പോയിന്റ്. ഇനി കൺട്രോൾ പ്ലസ്, ഇനി ആ സാധനം റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ഫ്രം സൈസ് ഓഫ് 1 പോയിന്റ്.
ഇനി Ctrl+C എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പിയുടെ ഒരു ഷോർട്ട് ഫോം ആണ്. Ctrl+X എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. Ctrl+V എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Ctrl+N എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ Ctrl+O എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പൺ എ ഡോക്യുമെന്റ്. Ctrl+W ക്ലോസ് എ ഡോക്യുമെന്റ്. Ctrl+P പ്രിന്റ് എ ഡോക്യുമെന്റ്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. S എന്ന് പറഞ്ഞാൽ സേവ് ദ ഡോക്യുമെന്റ്. എല്ലാത്തിലും കൺട്രോൾ ഉണ്ടാവും കേട്ടോ. H എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ടെക്സ്റ്റ് സ്പെസിഫിക് ഫോർമാറ്റിംഗ്. ഇനി G എന്ന് പറഞ്ഞാൽ എന്താണ് ഗോ ടു പേജ്. ഓക്കെ, ഈ കാര്യങ്ങള് നിങ്ങൾ പഠിക്കാം. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇത് കുഞ്ഞു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിക്കാം. അപ്പൊ ഫോർമാറ്റഡ് ഡോക്യുമെന്റിൽ വേർഡ് എന്താണ് വേർഡിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കണം, ഫോണ്ടിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കണം, പിന്നെ ഷോർട്ട് കീസ് എന്തായാലും എല്ലാം പഠിക്കണം. എവിടെന്നാ ചോദിക്കണെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താണ് എന്താണ് മൂവിങ് ടെക്സ്റ്റ്, കോപ്പിങ് ടെക്സ്റ്റ് എന്ന് പഠിക്കണം. പിന്നെ അതുപോലെ പേജ് ബ്രേക്കർ എന്താണെന്ന് പഠിക്കുക, അതെന്താ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ് പഠിക്കുക. പിന്നെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്താന്ന് പഠിക്കുക. പിന്നെ പേജ് ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഷോർട്ട് കീസ് എന്തായാലും പഠിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഷോർട്ട് കീസ് വീണ്ടും പഠിക്കാം. അത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, വരാത്തതായിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൽ മെർജ്. ഓക്കെ, മെയിൽ മെർജും പെട്ടെന്ന് തീരും, കാരണം അത് ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? Chapter 5. ഹലോ, Chapter 5. യെസ്, മെയിൽ മെർജ്. ഇത്രയും ക്ലിയർ അല്ലേ? മെയിൽ മെർജ് എന്നാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത് അല്ലെ. ഒരേ കത്ത് പല വിലാസത്തിൽ ഒരേ സമയത്ത് അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെയിൽ മെർജ് എന്ന് പറയാ. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഒരു കത്ത് പല വിലാസത്തിലേക്ക് ഒരു സമയത്ത് അയക്കുന്നതിനാണ് മെയിൽ മെർജ് എന്ന് പറയുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ഇൻ മെയിൽ മെർജ്. മെയിൽ മെർജിൽ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട് മെയിൽ മെർജില്. മെയിൻ ഡോക്യുമെന്റ്, ഡാറ്റ സോഴ്സ്, മെർജ് ഡോക്യുമെന്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ഡോക്യുമെന്റ്, ഡാറ്റ സോഴ്സ്, എന്താണ് മെർജ് ഡോക്യുമെന്റ്. മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് ആണ് മെയിൻ ഡോക്യുമെന്റ്. മെയിൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ മെയിൽ മെർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് ഒരു സാധാരണക്കാരന്റെ കത്ത് അല്ലെങ്കിൽ എൻവലപ്പ് അല്ലെങ്കിൽ മെയിലിംഗ് ലേബൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സോഴ്സ് പേരുകളിൽ വിലാസങ്ങളും വ്യത്യസ്തമായി വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് എന്ത് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു മെർജ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെയിൻ ഡോക്യുമെന്റ് ഡാറ്റ സോഴ്സ് തമ്മിലുള്ള ലയിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു ഡോക്യുമെന്റ് ആയി മെർജ് ഡോക്യുമെന്റ് ലഭ്യമാകുന്നു. മെർജ് ഡോക്യുമെന്റ് എങ്ങനെയാണ് ലഭ്യമാവുക, ഒരു മെയിൽ ഡോക്യുമെന്റും പിന്നെന്താണ് ഡാറ്റ സോഴ്സും തമ്മിൽ ലയിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ഡോക്യുമെന്റ് ആയി മെർജ് ഡോക്യുമെന്റ് ലഭിക്കുന്നു. ഈ സ്ക്രീനിൽ അതായത് കത്തിനൊപ്പം അഡ്രസ്സ് കൂടി കാണുവാൻ സാധിക്കുന്നു. കത്തിനൊപ്പം എന്താണ് അഡ്രസ്സും കൂടി കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ മെർജ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ഡോക്യുമെന്റ്സിന്റെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിൽ നിന്നും മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യണം നമുക്ക്. ഓക്കെ, എന്തോ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറഞ്ഞു പോവാണെങ്കിൽ എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. അങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ ചിലവരുടെ പേജ് ചിലവരുടെ ചാപ്റ്ററിൽ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത. ഓക്കെ ഓക്കെ, ചിലരുടെ ബുക്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എന്റെ ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 67 ആണ്. 67-ലെ 3rd ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റെപ്സ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് മെയിൻ ഡോക്യുമെന്റ്സിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ
അതായത് നമ്മൾ ആ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കാനാണ് പറഞ്ഞത്? മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. വേർഡിൽ ടൂൾസ് നിന്നും മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യുക. വേർഡിൽ എവിടെ നിന്നാണ് നമുക്ക് മെയിൽ മെർജ് കിട്ടുക? ടൂൾസിൽ നിന്നാണ് നമുക്ക് മെയിൽ മെർജ് കിട്ടുക അല്ലെ. ഇനി സ്റ്റാർട്ട് മെയിൽ മെർജിൽ നിന്നും ക്രിയേറ്റ് ബട്ടൺ, അതായത് സ്റ്റാർട്ട് മെയിൽ മെർജിൽ നിന്നും എന്ത് കിട്ടണം? ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഫോം ലെറ്റർ തിരഞ്ഞെടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് വരുന്നതാണ്. ഇടത് മൗസ് ബട്ടൺ നമുക്ക് മൗസിൽ എന്തൊക്കെ ക്ലിക്ക് ഉണ്ടെന്ന് അറിയാം. റൈറ്റ് ക്ലിക്ക് ഉണ്ട്, ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട് അല്ലെ, ഇടത് വലത് ഉണ്ട്. ആ ഇടത് മൗസിൽ നമ്മൾ എന്ത് ചെയ്യുക? മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജ് ബോക്സ് വരുന്നതാണ്. അതിൽ എന്താണ്? ആക്റ്റീവ് വിൻഡോ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എന്താണ് പഠിച്ചത്? എങ്ങനെയാണ് നമുക്ക് മെയിൽ ഡോക്യുമെന്റ് തയ്യാറാക്കുക അല്ലെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4, എന്താണ് ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് അല്ലെ ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ. സർവേ നമ്മൾ നടത്തുമ്പോൾ കുറെ ആളുകളുടെ പേര് എക്സൽ ഷീറ്റിൽ കുറെ ആൾക്കാർ വന്ന് മേടിച്ചു പോകുന്നത് കണ്ടില്ലേ? അതിനെയാണ് നമ്മൾ ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വേർഡിൽ ക്രിയേറ്റ് ചെയ്യുക ഡാറ്റാ സോഴ്സ്? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണത്? മെയിൽ മെർജ് നിന്ന് സെലക്ട് റെസിപ്പിയൻസ് സെലക്ട് ചെയ്ത് ടൈപ്പ് ന്യൂ ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. അതായത് മെയിൽ മെർജ്, സെലക്ട് റെസിപ്പിയൻസ്, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്, ക്രിയേറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡയലോഗ് ബോക്സ് വരുമ്പോൾ അതിൽ ടൈറ്റിൽ, പേര്, കമ്പനിയുടെ പേര്, അഡ്രസ്, ലൈൻ മുതലായവ കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഡയലോഗ് ബോക്സ് തുറക്കുമ്പോൾ കാണാവുന്നതാണ്. അതിൽ ആവശ്യമുള്ളത് വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫീൽഡ്, അതായത് എന്താണ് പറയുന്നത്? അഡ്രസ് എന്തെങ്കിലും വരികൾ നമുക്ക് ആവശ്യാനുസരണം ഉൾപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും ആവശ്യാനുസരണം നമ്മൾ ഉൾപ്പെടുത്താവുന്നതാണ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നീക്കം ചെയ്യാവുന്നതാണ് അല്ലെ, നീക്കം ചെയ്യാനും സാധിക്കും. ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിൽ താഴെ ഭാഗത്ത് കസ്റ്റമൈസ് കോളം, ഡിലീറ്റ് എൻട്രി, ന്യൂ എൻട്രി എന്നിങ്ങനെ ബട്ടൺ കാണാവുന്നതാണ് അല്ലെ. എന്തൊക്കെയാണ് കാണാവുന്നത്? കസ്റ്റമൈസ് കോളം, ഡിലീറ്റ് എൻട്രി, ന്യൂ എൻട്രി എന്നിങ്ങനെ കാണാം. നമുക്ക് ആവശ്യമായി ചെയ്യുന്നതിന് ശേഷം, നമുക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക? ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലുകളുടെ എക്സ്പെൻഷൻ, അതായത് .mdp എന്നായിരിക്കും. എക്സ്പെൻഷൻ എന്തായിരിക്കും? മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ് എന്നായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ എന്തൊക്കെ സ്റ്റെപ്സ്, എങ്ങനെയാണ് ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നത് പറഞ്ഞ സ്റ്റെപ്സ്. ഇനി എങ്ങനെയാണ് എക്സൽ ഷീറ്റിൽ നമുക്ക് ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക? എങ്ങനെയാണ് നമുക്ക് എക്സൽ ഷീറ്റിൽ ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ തുറക്കുക. നമ്മുടെ എക്സൽ തുറക്കുക, പുതിയൊരു വർക്ക്ഷീറ്റ് തുറക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? മുകളിലത്തെ നിരയിൽ ഡാറ്റ ഫീൽഡിന്റെ പേരുകൾ എഴുതുക അല്ലെ. എങ്ങനെയാണ് എക്സൽ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. ഡാറ്റ റെക്കോർഡുകൾ രണ്ടാമത്തെ നിര മുതൽ എഴുതുക. രണ്ടാമത്തെ നിര മുതലാണ് ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാറ്റ റെക്കോർഡുകൾ എല്ലാം എഴുതി കഴിയുമ്പോൾ വർക്ക് എന്നൊരു ഓപ്ഷൻ ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയ ഡാറ്റ ഫീൽഡിന്റെ പേരുകളും എല്ലാ റെക്കോർഡുകളും സെലക്ട് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുക, ഫയൽ ക്ലോസ് ചെയ്യുക, എന്നിട്ട് എക്സിറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഇനി പുതിയൊരു ഡോക്യുമെന്റ് തുറന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുക കേട്ടോ. പേസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡാറ്റ ഇതിൽ കോപ്പി ആവുന്നതാണ്. അങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ എന്താണ് വർക്ക്ഷീറ്റ് പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് മെയിൽ മെർജ് ഡോക്യുമെന്റ് മെർജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിന്റെ എവിടെയാണോ അഡ്രസ് കാണിക്കേണ്ടത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ എവിടെയാണോ അഡ്രസ് കാണിക്കേണ്ടത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അഡ്രസ് ബുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഡ്രസ് ബുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻസർട്ട് അഡ്രസ് ബ്ലോക്ക് ഉപയോഗിച്ച് കത്തിൽ ഉൾപ്പെടുത്തിയവരുടെ ഓരോരുത്തരുടെയും അഡ്രസ്
ഉൾപ്പെടുത്താവുന്നതാണ്. ഓരോരുത്തരെയും അഡ്രസ് ഉൾപ്പെടുത്താവുന്നതാണ് അഡ്രസ് ബുക്സ് ഓപ്ഷനിൽ. ഓക്കെ, മെയിൻ ഡോക്യുമെന്റെയും മെർജ് ഫീൽഡ് പൂർത്തിയാക്കിയതിനു ശേഷം ഓഫീസിൽ ബട്ടൺ ഉപയോഗിച്ച് ഇത് സേവ് ചെയ്യുക. ഓഫീസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് സേവ് ചെയ്താലേ സേവ് ആവത്തുള്ളൂ കേട്ടോ. ഇനി മെയിൻ ലെറ്ററിന്റെ പ്രിവ്യൂ കാണുന്നതിനായി ഓർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെയിൻ ലെറ്ററിന്റെ റിവ്യൂ കാണുന്നതിനാണ് നേരത്തെ ചെയ്തതിന് പ്രിവ്യൂ കാണുന്നതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഓർ ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ മെർജിന് തീരുമ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ദ മെർജ് കംപ്ലീറ്റ്സ് ദ മെർജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്താ ചെയ്യണത്, മെയിൽ മെർജിൽ ഡോക്യുമെന്റ് മെർജ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 71 ഉള്ളവർ പേജ് നമ്പർ 71 നോക്കാം, അല്ലാത്തവർ ആ പാഠം ഒന്ന് വായിക്കാം. ഓക്കെ, ഇനി അഡ്രസ് ലിസ്റ്റ് മെർജ് ചെയ്യുന്നത് കൊണ്ട് എൻവലപ്പ് എങ്ങനെ ഉണ്ടാകും? അഡ്രസ് ലിസ്റ്റ് മെർജ് ചെയ്യുന്നത് കൊണ്ട് എൻവലപ്പ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? ആദ്യം തന്നെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ സ്റ്റെപ്സ് ആണ്, ബോറടിക്കുന്ന എനിക്ക് അറിയാം, പക്ഷെ ഇത് പഠിക്കണം. അത് സ്റ്റെപ്സ് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഏതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എല്ലാം പഠിക്കേണ്ടി വരും. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് പറഞ്ഞ തീരൂല, നമുക്ക് സ്റ്റെപ്സ് കുറെ ഉണ്ട്, അതിന് ഷോർട്ട് ആക്കി പറയുന്നതാണ്. ഓക്കെ, ആദ്യം നേരെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതറിയാലോ. പിന്നെ മെയിലിംഗിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്തിട്ട് എൻവലപ്സ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ എൻവലപ്പ് അളവ് കൊടുക്കുക. എൻവലപ്പ് അളവ് എത്രയാണോ അത്രയും കൊടുക്കുക. ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പുതിയ ലിസ്റ്റ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ഓക്കെ, ഇനി ഡാറ്റ ഫീൽഡും ഡാറ്റ റെക്കോർഡും കൊടുക്കുക. മെയിൽ മെർജിലേക്ക് ഡാറ്റ ഫയൽ ലോഡ് കഴിഞ്ഞ് എഡിറ്റ് റെസിപ്പിയന്റ് ലിസ്റ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും തിരഞ്ഞെടുത്ത് നടത്താവുന്നതാണ്. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ മെയിലിംഗ്, റൈറ്റ്, പിന്നെ ഇൻസർട്ട് ഫീൽഡ് എന്നിങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ മെയിൽ ഡോക്യുമെന്റിലേക്ക് ഡാറ്റ മെർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രിവ്യൂ റിസൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് മെർജ് ചെയ്യാവുന്നത് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞാൽ മെയിലിംഗ്, ഫിനിഷ് ആൻഡ് മെർജ്, പിന്നെ പ്രിന്റ് ഡോക്യുമെന്റ് കൊടുത്ത് പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് അത് പ്രിന്റ് എടുക്കാം, എൻവലപ്പ്. ഇനി അതുപോലെ ഈ ചാപ്റ്ററിൽ കുറെ സ്റ്റെപ്സുകളാണ്, അപ്പൊ അത് പഠിക്കാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ് എന്തായാലും പഠിക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ 2 ചാപ്റ്റർ നമ്മുടെ ഇന്ന് കഴിഞ്ഞത് 2 ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് ആകെ 2 ചാപ്റ്ററും കൂടി ഉള്ളൂ. ഓക്കെ അല്ലേ? 2 ചാപ്റ്ററും കൂടി നമുക്ക് ഇനി ഉള്ളൂ പഠിക്കാനായിട്ട്. അത് ഞാൻ പെട്ടെന്ന് എടുക്കുന്നില്ല, സാവധാനം എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും എന്താ പഠിപ്പിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡ് വീഡിയോ ചോദിച്ച് മേടിച്ച് പഠിക്കാം കേട്ടോ. എന്നാൽ ലെഫ്റ്റ് ആയിക്കോ എല്ലാവരും. 2 ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ആയി. ഓക്കെ, താങ്ക് യു.